ഹായ്. അങ്ങനെ 2024 അവസാനിക്കാൻ പോവാണ്. ഒരു ദിവസം കൂടി ഇനി ബാക്കിയുള്ളൂ 2025 കാലെടുത്ത് വെക്കാൻ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നതാണെന്ന് വെച്ചാൽ 2024 മികച്ച എക്സ്പീരിയൻസ് തന്ന തിയേറ്ററുകളിൽ ഞാൻ കണ്ട സിനിമകളിൽ മികച്ച എക്സ്പീരിയൻസ് തന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത്. ഏകദേശം 222 സിനിമകളാണ് തിയേറ്ററുകൾ റിലീസ് ചെയ്ത് മലയാള സിനിമകൾ റിലീസ് ചെയ്തിട്ടുള്ളത് 2024 വർഷത്തിൽ. അതിൽ 222 സിനിമകൾ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ കണ്ട സിനിമകളൊക്കെ അതായത് ഞാൻ കണ്ട മലയാള സിനിമകളുടെ എല്ലാ സിനിമകളുടെയും റിവ്യൂസ് ഞാൻ ചെയ്യാറുണ്ട്, എന്റെ ചാനൽ ചെയ്യാറുണ്ട്. അപ്പൊ ഈ വർഷം ഞാൻ കണ്ട സിനിമകളിൽ, തിയേറ്ററിൽ കണ്ട സിനിമകളിൽ മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന സിനിമകൾ ഏതൊക്കെയെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഒന്നാമത്തെ സിനിമ ഏതാ നോക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. അതുകൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളൊക്കെ, ഇതുപോലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എത്രയും പെട്ടെന്ന് എത്തണമെന്നുണ്ടെങ്കിൽ ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ രൂപത്തിൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊക്കെ സിനിമകളാണ് നോക്കാം. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ആട്ടം. ജനുവരി മാസം 5-ാം തീയതി ആയിരുന്നു ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തത്. ആനന്ദ് ഏകർഷിയാണ് ഈ സിനിമ സംവിധാനം ചെയ്തിരുന്നത്. വിനയ് ഫോർട്ട്, സെറീൻ ഷിഹാബ്, കലാഭവൻ ഷാജോ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയാണ്. ഒരു മികച്ച ത്രില്ലർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. ഡിഫറൻ്റ് ആയിട്ടുള്ള മേക്കിങ്ങും ക്ലൈമാക്സും ഒക്കെ ആയിരുന്നു ഈ സിനിമയുടെ പ്രത്യേകത എന്നുള്ളത്. 70ാമത്തെ ദേശീയ ഫിലിം അവാർഡിലും മികച്ച സിനിമയ്ക്കുള്ള അവാർഡ്, അതുപോലെ തന്നെ മികച്ച എഡിറ്റിംഗ്, മികച്ച തിരക്കഥ ഈ അവാർഡുകളൊക്കെ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ കേരള ഫിലിം ക്രിറ്റിക്സ് അസോസിയേഷൻ അവാർഡ്സിൽ മികച്ച സിനിമ, മികച്ച സഹനടനായിട്ട് കലാഭവൻ ഷാജോ ആണ്, മികച്ച നടിയായിട്ട് സെറീൻ ഷിഹാബിന് എന്നിവരൊക്കെ അവാർഡ് ഈ സിനിമയിൽ കിട്ടിയിട്ടുള്ളതാണ്. എന്തായാലും ഡിഫറൻ്റ് ആയുള്ള ഒരു മേക്കിംഗ് ആയതുകൊണ്ട് തന്നെ, ഡിഫറൻ്റ് ആയുള്ള ക്ലൈമാക്സ് ആയതുകൊണ്ട് തന്നെ മികച്ചൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്ത സിനിമ എബ്രഹാം ഓസ്ലർ. മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്ത സിനിമയാണ്. ജനുവരി മാസം 11-ാം തീയതിയാണ് ഈ ഒരു സിനിമ തിയേറ്റർ റിലീസ് ചെയ്തത്. ജയറാം, അനശ്വര രാജൻ, അർജുൻ അശോകൻ, ജഗദീഷ് എന്നിവരെ കൂടാതെ നമ്മുടെ മമ്മുക്ക ഒരു ഗസ്റ്റ് റോളിൽ കൂടി വന്ന സിനിമയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. സ്ലോ പേസ് ത്രില്ലർ ആയിരുന്നു ഈ ഒരു സിനിമ. മികച്ച പെർഫോമൻസുകളും അതുകൂടാതെ മമ്മൂട്ടിയുടെ സർപ്രൈസ് എൻട്രി ആയിരുന്നു ഈ സിനിമയുടെ പോസിറ്റീവ് എന്നുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ അടുത്ത സിനിമ, മൂന്നാമത്തെ സിനിമ എന്നുള്ളത് സാജിദ് യാഹിയ സംവിധാനം ചെയ്ത സിനിമയാണ് കൽബ് എന്ന സിനിമ. ജനുവരി മാസം 12-നായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്തത്. കഴിഞ്ഞ ദിവസമാണ് ഈ സിനിമ OTT റിലീസ് ചെയ്തത്. OTT-യിലാണ് ഞാൻ സിനിമ കണ്ടത്. തിയേറ്റർ ഫ്ലോപ്പ് ആയിരുന്നു ഈ സിനിമ എന്നുള്ളത്. ഈ റീൽസിലൊക്കെ ഭയങ്കര ഹിറ്റ് ആയിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ OTT-യിൽ ഈ സിനിമ ഹിറ്റ് ആയിരുന്നു. കൊള്ളാം, ഒരു വൺ ടൈം വാച്ചബിൾ. തിയേറ്ററിൽ രഞ്ജിത്ത് സജീവ്, നേഹ, നെസ്ലൻ, അതുപോലെ തന്നെ ലെന സിദ്ദിഖ് എന്നിവരൊക്കെ സിനിമ പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. തിയേറ്ററിൽ ഒരു മിസ്സായി പോയി എന്ന് തോന്നാൻ കാരണം എന്താ വെച്ചാൽ സിനിമയുടെ ഫ്രെയിംസ് കാര്യങ്ങളൊക്കെ അടിപൊളി, നല്ല ക്യാമറ വർക്കുകളും കാര്യങ്ങളൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊരു റൊമാൻറ്റിക് മൂവി ആയിരുന്നു ഈ സിനിമ എന്നുള്ളത്. ക്ലീശയാണ്, സംഭവം ക്ലീശയായിരുന്നു, എന്നാലും കണ്ടിരിക്കാവുന്ന ഒരു സിനിമയായിരുന്നു. ആ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ളത്, ആ കാഴ്ചകളൊക്കെ, ക്യാമറ കാഴ്ചകളൊക്കെ ഒരു നഷ്ടമായും തോന്നിയ ഒരു സിനിമയായിരുന്നു കൽബ് എന്ന സിനിമ. ഓക്കെ, നാലാമത്തെ സിനിമ എന്നുള്ളത് അന്വേഷിപ്പിക്കും കണ്ടെത്തും. ഫെബ്രുവരി മാസം 9-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ജിനൂബി എബ്രഹാം എഴുതി ഡാർവിൻ കുര്യാക്കോ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ടൊവിനോ തോമസ്, സിദ്ദിഖ്, വിനീത് തട്ടിൽ, ഇന്ദ്രൻസ്, അസീസ് നെടുമങ്ങാട്, കോട്ടയം നസീർ എന്നിവരൊക്കെയായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. ഒരു സ്ലോ പേസ് മൂവി ആയിരുന്നു ഈ സിനിമ എന്നുള്ളത്. പഴയ കാലത്തെ സ്റ്റോറി കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട് ഈ ഒരു സിനിമ എന്നുള്ളത്. ഈ സിനിമ കണ്ട് പുറത്തിറങ്ങിയ സമയത്ത് 2 സിനിമ കണ്ട പ്രതീതിയായിരുന്നു. ഇന്റർവെൽ വരെ ഒരു കഥയും ഇന്റർവെലിന് ശേഷം മറ്റൊരു കഥയായിരുന്നു ഈ സിനിമയിൽ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. അഞ്ചാമത്തെ സിനിമ പ്രേമലു. ഫെബ്രുവരി മാസം 9-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. എന്താ പറയുക, ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 4-ാമത്തെ സിനിമയാണ് പ്രേമലു എന്ന സിനിമ. 2024 ആദ്യത്തെ 100 കോടി കൂടിയായിരുന്നു പ്രേമലു എന്ന സിനിമ. ഗിരീഷ് ഏടിയായിരുന്നു സംവിധാനം. നെസ്ലൻ, മമിത ബൈജു, സംഗീത് പ്രതാപ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം റൊമാൻറ്റിക് കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. വെറും 9 കോടി ബാറ്റിൽ 136 കോടി ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയ സിനിമ. കോമഡി എന്റർടൈൻമെന്റ് ആയിരുന്നു സിനിമ എന്നുള്ളത്. പ്രേമലു 2 അനൗൺസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓൾറെഡി. ഓക്കെ, 6-ാമത്തെ സിനിമ എന്നുള്ളത് ഭ്രമയുഗം. ഫെബ്രുവരി മാസം 15-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. രാഹുൽ സദാശിവൻ എഴുതി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. മമ്മൂക്കയുടെ മികച്ച പെർഫോമൻസ്, ഒരു മികച്ച പരീക്ഷണ ചിത്രം കൂടിയായിരുന്നു ഇതുള്ളത്. അതും ഈ കാലത്ത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഒരു സിനിമ റിലീസ് ചെയ്യിക്കുക എന്നുള്ളത് ഒരു വലിയൊരു റിസ്ക് തന്നെയായിരുന്നു. ആ റിസ്ക് മമ്മൂക്ക തന്നെ ഏറ്റെടുത്തു എന്നുള്ളതാണ്. അർജുൻ അശോകൻ, സിദ്ധാർത്ഥ് ഭരത് എന്നിവരൊക്കെയായിരുന്നു മമ്മൂക്കയെ കൂടാതെ ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ എന്നുള്ളത്. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ ആയിരുന്നു. മമ്മൂക്ക വിസ്മയിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ 7-ാമത്തെ സിനിമ എന്നുള്ളത് ഈ വർഷത്തെ ഏറ്റവും മികച്ച വിജയം, ഏറ്റവും വലിയ വിജയം കരസ്ഥമാക്കിയ മഞ്ഞുമൽ ബോയ്സ്. ഫെബ്രുവരി മാസം 22-ാം തീയതി സിനിമ റിലീസ് ചെയ്തു, തിയേറ്റർ റിലീസ് ചെയ്തു. നടന്ന ഒരു സംഭവത്തെ അടിസ്ഥാനമാക്കിയെടുത്ത സിനിമയാണ്. സർവൈവൽ ത്രില്ലർ കൂടിയാണ്. ചിദംബരമായിരുന്നു കഥാസംവിധാനം. സബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ, ദീപക് പറമ്പോലി, ഖാലിദ് റഹ്മാൻ, ചന്തു സലീം കുമാർ എന്നിവരൊക്കെയായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്. 20 കോടി മുടക്കി 242 കോടി കളക്ഷൻ നേടിയ സിനിമയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. 200 കോടി നേടുന്ന ആദ്യ മലയാള സിനിമ കൂടിയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയം കൂടിയായിരുന്നു മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ. 8-ാമത്തെ സിനിമ എന്നുള്ളത് അഞ്ചക്കള്ളക്കൊക്കാൻ. മാർച്ച് മാസം 14-ാം തീയതി ആയിരുന്നു ഈ സിനിമ തിയേറ്റർ റിലീസ് ചെയ്തിരുന്നത്. ഉല്ലാസ് ചെമ്പൻ സംവിധാനം ചെയ്ത് ചെമ്പൻ വിനോദ്, ലുക്മാൻ അവറാൻ, മണികണ്ഠൻ ആചാരി
എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത ക്രൈം ആക്ഷൻ ഡ്രാമ ത്രില്ലർ രൂപത്തിൽപ്പെട്ട സിനിമയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. പെർഫോമൻസും മേക്കിങ്ങും എല്ലാം പൊളിയായിരുന്നു എന്നുള്ളതാണ്. ഒരു എന്താ പറയാ കിടിലൻ പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. ഓക്കെ, അടുത്ത സിനിമ എന്നുള്ളത് 9ാമത്തെ സിനിമ എന്നുള്ളത് ദ ഗോട്ട് ലൈഫ്, ആടുജീവിതം. ഈ സിനിമയെ കുറിച്ച് പ്രത്യേകിച്ച് ഒന്നും പറയേണ്ട ആവശ്യം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ബെന്യാമിന്റെ നോവൽ ഇതേ പേരുള്ള ബെന്യാമിന്റെ നോവലിനെ അടിസ്ഥാനമാക്കി എടുത്ത സിനിമ. മാർച്ച് മാസം 22 റിലീസ് ചെയ്ത സിനിമ. മികച്ച ഒരു സർവൈവൽ ഡ്രാമ സിനിമയായിരുന്നു. നജീബ് എന്ന കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു നമ്മുടെ പൃഥ്വിരാജ് എന്നുള്ളത്. പൃഥ്വിരാജ് അമലാപോൾ ആയിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. ബ്ലസ്സിയുടെ 82 കോടി ബഡ്ജറ്റിൽ എടുത്ത സിനിമ 160 കോടി ടോട്ടൽ കളക്ഷൻ നേടിയിട്ടുണ്ട്. ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ സിനിമകളിൽ. പ്രത്യേകിച്ച് പറയേണ്ട കാര്യമല്ല, എല്ലാവരും കണ്ട സിനിമയായിരിക്കും. തിയേറ്ററിൽ ഒരു മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ. കിടിലൻ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ എന്നുള്ളത്. അടുത്തത് നമ്മുടെ ആവേശം, ഏപ്രിൽ മാസം 11-ാം തീയതി റിലീസ് ചെയ്ത സിനിമയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ ട്രെൻഡ് സെറ്ററായി മാറിയ സിനിമയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. സിനിമയിലെ രംഗൻ ചേട്ടനായി ഫഹദിന്റെ തകർപ്പൻ പെർഫോമൻസും ജിത്തു മാധവ് എഴുതിയ സംവിധാനം ചെയ്ത ഒരു ആക്ഷൻ കോമഡി സിനിമയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. അംബാൻ എന്ന കഥാപാത്രം ഏറ്റവും ഫേമസ് ആയ ഈ സിനിമയിലൂടെയായിരുന്നു. സച്ചിൻ ഗോപി ആയിരുന്നു ആ ഒരു കഥാപാത്രം അവതരിപ്പിച്ചിരുന്നത്. ഹിപ്സ്റ്റർ, മിഥുൻ ജയ്ശങ്കർ, റോഷൻ ഷാനവാസ് എന്നിവരൊക്കെയായിരുന്നു മറ്റ് പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. വെറും 30 കോടി ബഡ്ജറ്റിൽ വന്ന സിനിമ 155 കോടിയാണ് തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത സിനിമ എന്നുള്ളത് അന്നേ ദിവസം തന്നെ ഏപ്രിൽ മാസം 11-ാം തീയതി തന്നെ തിയേറ്ററിൽ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ. ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ ട്രോളുകൾ ഏറ്റുവാങ്ങിയ സിനിമ കൂടിയായിരുന്നു വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ. എനിക്ക് പേഴ്സണലി ഈ സിനിമ തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് സമ്മാനിച്ചത്. കാരണം എന്താണെന്ന് വെച്ചാൽ ക്ലീഷേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. വിനീത് ശ്രീനിവാസ് ആയിരുന്നു എഴുതി സംവിധാനം ചെയ്തത്. അദ്ദേഹത്തിന്റെ പടങ്ങൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ഈ സിനിമയുള്ളത്. പ്രണവ് മോഹൻലാൽ, ധ്യാൻ ശ്രീനിവാസൻ, കല്യാണി പ്രിയദർശൻ, ബേസിൽ ജോസഫ്, അജു വർഗീസ്, നീതാ പിള്ള എന്നിവരെ കൂടാതെ നിവിൻ പോളി ഈ സിനിമയിൽ മറ്റൊരു പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നു. നിവിൻ പോളിയുടെ കരിയറിലെ ഈ ഒരു വർഷത്തെ ഏറ്റവും കിട്ടുന്ന പെർഫോമൻസ് കൂടിയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. കൂടാതെ എനിക്ക് മൊത്തത്തിൽ ഈ സിനിമ ലൈക്ക് ആയിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ തിയേറ്ററിൽ സിനിമ കണ്ട് പിന്നെ എന്താ പറയുക ഒരുപാട് ട്രോളിയ സിനിമയാണ്. പേഴ്സണലി എനിക്ക് ഈ സിനിമ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, വർഷങ്ങൾക്ക് ശേഷം 11ാമത്തെ സിനിമ, വർഷങ്ങൾക്ക് ശേഷം വന്ന സിനിമയാണ്. 12ാമത്തെ സിനിമ എന്നുള്ളത് അന്നേ ദിവസം തന്നെ പുറത്തിറങ്ങിയ ജയ് ഗണേഷ് എന്ന് പറഞ്ഞ സിനിമയാണ്. രഞ്ജിത് ശങ്കർ എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. ഉണ്ണിമുകുന്ദൻ, മഹിമ നമ്പ്യാർ, ജോമോൾ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത ഡ്രാമ ത്രില്ലർ രൂപത്തിൽപ്പെട്ട സിനിമയാണ്. തിയേറ്ററിൽ സിനിമ ഒരു പരാജയമായിരുന്നെങ്കിലും പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയായിരുന്നു ജയ് ഗണേഷ് എന്ന് പറഞ്ഞ സിനിമ. 13ാമത്തെ സിനിമ മലയാളി ഫ്രം ഇന്ത്യ, മെയ് മാസം 1-ാം തീയതി റിലീസ് ചെയ്ത സിനിമയാണ്. ദിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഈ സിനിമ എഴുതിയിരുന്നത് ഷാരിഫ് മുഹമ്മദ് ആണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. നിവിൻ പോളി, ധ്യാൻ ശ്രീനിവാസൻ, അനശ്വര രാജൻ, മഞ്ജു പിള്ള, ദീപക് ജെത്തി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. തിയേറ്ററിൽ ഒരു പരാജയമായിരുന്നു ഈ സിനിമ. എങ്കിലും എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. നല്ല അടിപൊളി കോമഡികളുണ്ട്, നല്ല അടിപൊളി എന്താ പറയുക ഇമോഷണലായി കണക്ട് ആകുന്ന ഒരുപാട് രംഗങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് പേഴ്സണലായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ എന്നുള്ളത്. അടുത്തത് മെയ് മാസം 10-ാം തീയതി റിലീസ് ചെയ്ത മലയാള സിനിമയാണ് പെരുമാണി എന്ന് പറഞ്ഞ സിനിമ. സണ്ണി വേണി, വിനയ് ഫോർട്ട്, ലുക്മാൻ അവറാൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. മജു എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. ഡ്രാമ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ഒരു പരീക്ഷണ ചിത്രം കൂടിയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. നല്ലൊരു സിനിമയായിരുന്നു. വ്യത്യസ്തത ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണ്. ഒരു സാങ്കല്പിക ഗ്രാമത്തിലെ കഥ കൂടിയായിരുന്നു. തിയേറ്ററിൽ ഈ സിനിമ പരാജയമാണ്. എങ്കിലും OTT-യിൽ ഇപ്പോൾ ഈ സിനിമ കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ട് എന്നുള്ളതാണ്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല ഈ ഒരു സിനിമ. 15ാമത് ഗുരുവായൂർ അമ്പലനടയിൽ നടന്ന സിനിമയാണ്. മെയ് മാസം 16-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു. വലിയൊരു താരനിരയിൽ വന്ന സിനിമ കൂടിയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. ഒരു ഗംഭീര വിജയം മാറിയ സിനിമയാണ്. ദീപു പ്രദീപ് എഴുതി വിപിൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ഒരു കോമഡി എന്റർടൈൻമെന്റ് മാത്രപ്പെട്ട സിനിമയാണ്. പൃഥ്വിരാജ്, ബേസിൽ ജോസഫ്, നിഖില വിമല്, അനശ്വര രാജന്, ജോഗി ബാബു, ജഗദീഷ് എന്നിവ ഒരുപാട് താരനിരകൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു. 15 കോടി ബജറ്റിൽ വന്നിട്ട് 90 കോടി കളക്ട് ചെയ്ത സിനിമ കൂടിയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ നടന്ന സിനിമ. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട സിനിമയാണ്. തിയേറ്ററിൽ നല്ലപോലെ ചിരിച്ച് കണ്ട ഒരു സിനിമ കൂടിയായിരുന്നു ഗുരുവായൂർ അമ്പലനടയിൽ നടന്ന സിനിമ. അടുത്ത സിനിമ 16ാമത്തെ സിനിമ എന്നുള്ളത് CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന് പറഞ്ഞ സിനിമയാണ്. മെയ് മാസം 17-ാം തീയതി റിലീസ് ചെയ്ത സിനിമയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ രൂപത്തിൽപ്പെടുന്ന സിനിമയാണ്. സനൂപ് സത്യം എഴുതി സംവിധാനം ചെയ്ത സിനിമയാണ്. കലാപൻ ഷാജോൺ ആയിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിരുന്നത്. ഒരു ചെറിയ സിനിമയായിരുന്നു. നല്ലൊരു ഫീൽ തന്ന സിനിമ. വേറെ കഥാപാത്രങ്ങളായിരുന്നെങ്കിൽ കലാപൻ ഷാജോന്റെ കുറ്റം പറയല. കലാപൻ ഷാജോൻ ഈ ഒരു സിനിമയിൽ പിന്നെ മികച്ചത് കൊടുത്തിട്ടുണ്ട്, ബെസ്റ്റ് കൊടുത്തിട്ടുണ്ട് എന്ന് പറയും. കിടിലൻ പെർഫോമൻസ് ആയിരുന്നു കലാപൻ ഷാജോൺ. പക്ഷേ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ വെച്ച് ഒരു നടനെ വെച്ചിട്ട് ഈ ഒരു സിനിമ ചെയ്തിരുന്നെങ്കിൽ നല്ലൊരു വിജയമാകേണ്ട സിനിമ കൂടിയായിരുന്നു. ശ്രദ്ധിക്കപ്പെടാതെ പോയ ഒരു സിനിമയാണ് CID രാമചന്ദ്രൻ റിട്ടയർഡ് SI എന്ന് പറഞ്ഞ സിനിമ. മനോരമ മാക്സിൽ അവൈലബിൾ ആണ് ഇപ്പോൾ, കണ്ടുനോക്കുക. ഓക്കെ, അടിപൊളി സിനിമയാണ്. നല്ലൊരു ക്രൈം ത്രില്ലർ മൂവിയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. 17ാമത്തെ സിനിമ ടർബോ, മെയ് മാസം 23-ന് തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ഒരു ബിലോ എവറേജ് സ്ക്രിപ്റ്റിൽ ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ സിനിമയായിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം ഒരു അടിപ്പടം മലയാളത്തിൽ വന്ന ഒരു സിനിമയായിരുന്നു. വൈശാഖ സംവിധാനം ചെയ്ത് മിഥുൻ മാനുവൽ തോമസ് പിന്നെ എഴുതിയ സിനിമയാണ്. മമ്മൂട്ടി, രാജ്വി ഷെട്ടി, അഞ്ജന ജയപ്രകാശ്, ബിന്ദു പണിക്കർ എന്നിവർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. ഒരു കിഡിലൻ അടിപ്പടം തന്നെയായിരുന്നു ടർബോ എന്നുള്ളത്. ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ചെയ്ത തിയേറ്ററിൽ ചെയ്ത സിനിമ എന്നുള്ളത്. ഞാൻ പറഞ്ഞല്ലോ, ബിലോ എവറേജ് സ്ക്രിപ്റ്റിൽ ഒരു ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന ഒരു കിഡിലൻ അടിപ്പടം. അതാണ് ടർബോ എനിക്ക് സമ്മാനിച്ചിട്ടുള്ളത്. 18ാമത്തെ സിനിമ എന്നുള്ളത് മന്ദാകിനി,
മെയ് മാസം 24-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. വിനോദ് ലീല സംവിധാനം ചെയ്ത ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. അൽതാഫ് സലീം, അനാർക്കലി മരക്കാർ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. ഒരു സൈലന്റ് ഹിറ്റ് ആയിരുന്നു ഈ സിനിമ എന്നുള്ളത്. കൊച്ചു സിനിമയാണ്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയായിരുന്നു. അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ കണ്ടിരിക്കാൻ, ബോറടിക്കാതെ നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയ സിനിമ കൂടിയായിരുന്നു മന്ദാകിനി എന്ന് പറഞ്ഞ സിനിമ. അടുത്തത് തലവൻ. മെയ് മാസം 24-ാം തീയതി ജിസ്ജോയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ സിനിമയായിരുന്നു തലവൻ എന്ന് പറയുന്ന സിനിമ. ബിജു മേനോൻ, ആസിഫ് അലി, മിയ ജോർജ്, അനുശ്രീ, കോട്ടയം നസീർ, ദിലീഷ് പോത്തൻ, ഒരു വലിയൊരു താരതന്നെ ഈ സിനിമയിൽ അണിനിരന്നിട്ടുണ്ട്. ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു കിടിലൻ മൂവിയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റിലീസ് ഉണ്ടാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കാം നമുക്ക്. ഞാൻ കാത്തിരിക്കുന്ന ഒരു സിനിമയോട് കൂടിയാണ് തലവന്റെ സെക്കൻഡ് പാർട്ട് എന്നുള്ളത്. അടുത്തത് 20-ാമത്തെ സിനിമ എന്നുള്ളത് ഗോളം. ജൂൺ മാസം 7-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. സംജാദ് സംവിധാനം ചെയ്ത് രഞ്ജിത്ത് സജീവ്, സണ്ണി വെയിൻ, ദിലീഷ് പോത്തൻ, അലൻസിയർ, സിദ്ദിഖ്, ചിന്നു ചാന്ദിനി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത നല്ലൊരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമ കൂടിയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. തിയേറ്ററിൽ ഒരു ആവറേജ് വിജയം എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമയിലും വേറെ താരങ്ങളായിരുന്നെങ്കിൽ കുറച്ചുകൂടി വലിയൊരു വിജയം കരസ്ഥമാക്കാൻ സിനിമയ്ക്ക് സാധിക്കുമായിരുന്നു. അധികം മൗത്ത് പബ്ലിസിറ്റിയിലൂടെയാണ് കുറച്ചെങ്കിലും ഈ ഒരു സിനിമ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷെ എന്നിട്ടും ഈ സിനിമയ്ക്ക് വലിയൊരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടില്ല. ഓക്കെ, അടുത്തത് ഉള്ളൊഴുക്ക്. ജൂൺ മാസം 21-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ക്രിസ്റ്റോ ടോമി എഴുതി സംവിധാനം ചെയ്ത സിനിമ. പറവി തിരുവത്ത്, ഉർവശി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പെർഫോമൻസുകളുടെ ഒരു ഉള്ളൊഴുക്കായിരുന്നു ഈ സിനിമ എന്നുള്ളത്. ഡ്രാമ മൂവിയാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡായിട്ട് ഉർവശിക്ക് മികച്ച നടി, ഡബ്ബിംഗ് ആർട്ടിസ്റ്റിനും സൗണ്ട് ഡിസൈനും ഒക്കെ ഈ സിനിമ നേടിയിട്ടുണ്ട്. ഒരു കിടിലൻ പെർഫോമൻസുകൾ കൊണ്ടുള്ള ഒരു ആറാട്ടായിരുന്നു ഈ സിനിമ എന്നുള്ളത്. ഉർവശിയുടെ കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. കൂട്ടത്തിൽ തന്നെ പറവി തിരുവത്തും മത്സരിച്ച് അഭിനയിച്ചു എന്നുള്ളതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. അടുത്തത് ജൂൺ മാസം 21-ാം തീയതി തന്നെ തിയേറ്റർ റിലീസ് ചെയ്ത ഗഗനചാരി എന്ന് പറഞ്ഞ സിനിമ. ഒരു കിടിലൻ പരീക്ഷണ ചിത്രം കൂടിയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. ഗണേഷ് കുമാർ, ഗോകുൽ സുരേഷ്, അജു വർഗീസ്, അനാർക്കലി മരക്കാർ എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയായിരുന്നു. സയൻസ് ഫിക്ഷൻ കോമഡി മൂവിയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. ശിവ സായിക്കൊപ്പം തിരക്കഥ എഴുതി അരുൺ ചന്ദു സംവിധാനം ചെയ്ത സിനിമ കൂടിയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. കേരള ഫിലിം അവാർഡ്സിൽ പ്രത്യേക പരാമർശം കൂടി ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട്. ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഗഗനചാരി എന്ന സിനിമ. ഇതുപോലുള്ള ഇനിയും സിനിമകൾ വേറെ വരട്ടെ എന്നുള്ളത്. ഇവരുടെ കൂട്ടുകാർ തന്നെ അടുത്തൊരു സിനിമയുടെ അനൗൺസ്മെന്റ് നടന്നിട്ടുണ്ട്. വല എന്നാണ് സിനിമയുടെ പേര് വന്നിട്ടുള്ളത്. അപ്പോൾ അടുത്തന്നെ ഈ 2025 വർഷത്തിൽ ആ ഒരു സിനിമ സംഭവിക്കുന്നതാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ 23-ാമത്തെ സിനിമ എന്നുള്ളത് അഡിയോസ് അമിഗോ എന്ന് പറഞ്ഞ സിനിമയാണ്. ഒരു ആഗസ്റ്റ് മാസം 9-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. ആസിഫ് അലി, സുരാജ് വെഞ്ഞാറമൂട് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തങ്കം എഴുതി നഹാസ് നാസർ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമ. ആസിഫ് അലിയും സുരാജിന്റെയും ഒക്കെ പെർഫോമൻസ് കിടിലൻ പെർഫോമൻസ് ആയിരുന്നു. കൂടാതെ ഇമോഷണൽ ആയിട്ട് ഒക്കെ കണക്ട് ആവുന്ന തരത്തിലുള്ള എന്താ പറയുക പെർഫോമൻസുകളായിരുന്നു ഈ ഒരു സിനിമ. ഒരു ഇഷ്ടപ്പെട്ട സിനിമകളുടെ ഒരു സിനിമയാണ് അഡിയോസ് അമിഗോ എന്ന് പറഞ്ഞ സിനിമ. 24-ാമത്തെ സിനിമ എന്നുള്ളത് നുണക്കുഴി. ആഗസ്റ്റ് മാസം 15-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. നമ്മുടെ ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫ്, ഗ്രേസ് ആന്റണി, സിദ്ദിഖ്, മനോജ് കെ ജയൻ, ബൈജു, ബിനു പപ്പു, സൈജു കുറുപ്പ്, അജു വർഗീസ്, അൽതാഫ് സലീം എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ഒരു ക്രൈം കോമഡി വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട, തിയേറ്ററിൽ നല്ല വിജയിച്ച സിനിമ കൂടിയായിരുന്നു ഈ സിനിമ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയാണ് നുണക്കുഴി എന്ന് പറയുന്ന സിനിമ. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഈ സിനിമയുടെയും സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തില്ല. തിയേറ്ററിൽ എഴുതി കാണിച്ചിട്ട് നുണക്കുഴി സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് എന്താവും അറിയില്ല. അടുത്തത് ആഗസ്റ്റ് മാസം 15-ാം തീയതി അതേ ദിവസം തന്നെ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു വാഴ, ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന സിനിമ. ഒരു കോമഡി ഡ്രാമ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. കൂടുതൽ പേർ ചർച്ച ചെയ്ത സിനിമ കൂടിയായിരുന്നു ഈ ആഗസ്റ്റിന് ശേഷം കൊണ്ട് കൂടുതൽ പേർ ചർച്ച ചെയ്ത സിനിമ കൂടിയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. വിപിൻ ദാസ് എഴുതി ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. സിജു സണ്ണി, അമിത് മോഹൻ, രാജേശ്വരി, ജോമോൻ ജ്യോതിർ, അനുരാജ് ഓബി, അൻഷിദ് അനു, സാഫ് ബ്രോസ്, ജഗദീഷ്, കോട്ടയം നസീർ, അസീസ് നെടുമങ്ങാട്, നോബി എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. 4 കോടി ബജറ്റിൽ വന്നിട്ട് 40 കോടി കളക്ട് ചെയ്തു പോയ സിനിമയായിരുന്നു. ഒരു ഗംഭീര വിജയം തന്നെയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു തിയേറ്ററിൽ ഈ സിനിമ എന്നുള്ളത്. അടുത്തത് സെപ്റ്റംബർ മാസം 12-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത അജയന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. ജിതിലാലിന്റെ ആദ്യ സംവിധാന സംരംഭത്തിൽ സുജിത് അമ്പിയർ എഴുതിയ സിനിമയാണ്. ആക്ഷൻ, അഡ്വഞ്ചർ, ഡ്രാമ, റൊമാന്റിക് വിഭാഗത്തിൽപ്പെട്ട സിനിമ. ടൊവിനോയുടെ 3 വേഷത്തിൽ തകർത്താടിയ സിനിമ കൂടിയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. ടൊവിനോ തോമസും, കൃതി ഷെട്ടി, ബേസിൽ ജോസഫ്, ഐശ്വര്യ രാജേഷ്, സുരഭി ലക്ഷ്മി എന്നിവരൊക്കെയായിരുന്നു ടൊവിനോ തോമസിനെ കൂടാതെ മറ്റു കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളത്. ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. 3D മോശമില്ലായിരുന്നു. 3D എഫക്ട് കാര്യങ്ങളൊന്നും കുഴപ്പമില്ലായിരുന്നതാണ്. 100 കോടി കളക്ഷൻ നേടിയ 5ാമത്തെ സിനിമ കൂടിയാണ് അജയന്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ ഈ സിനിമ എന്നുള്ളത്. അടുത്തത് സെപ്റ്റംബർ മാസം 12-ാം തീയതി അതേ ദിവസം തന്നെ തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയായിരുന്നു കിഷ്കിന്ദ കാണ്ട എന്ന് പറഞ്ഞ സിനിമ. ഒരു മിസ്റ്ററി ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയാണ്. ആസിഫ് അലി, അപർണ ബാലമുരളി, വിജയരാഘവൻ എന്നിവരൊക്കെ ഈ 3 പേര് പ്രധാന വേഷം കൈകാര്യം സിനിമയായിരുന്നു. ക്ലൈമാക്സിൽ തലക്കരടി കിട്ടിയ അവസ്ഥയായിരുന്നു ഈ സിനിമ. ബാഹുൽ രമേശ് എഴുതി ദിഞ്ചി തയ്യത്താൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഒരു സ്ലോ പേസ് ത്രില്ലർ കൂടിയായിരുന്നു. മികച്ച എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. ഓക്കെ, അപ്പൊ അടുത്ത സിനിമ 28-ാമത്തെ സിനിമ എന്നുള്ളത് ഗുമസ്തൻ. സെപ്റ്റംബർ മാസം 27-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ഒരു ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട സിനിമയായിരുന്നു. റിയാസ് ഇസ്മത്ത് എഴുതി അമൽ കെ ജോബി സംവിധാനം ചെയ്ത സിനിമയാണ്. ജെയ്സ് ജോസ്, ദിലീഷ് പോത്തൻ, റോണി ഡേവിഡ്, ബിബിൻ ജോർജ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ. ഒരു പ്രതീക്ഷയില്ലാതെ പോയിട്ട് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടിയ സിനിമ കൂടിയായിരുന്നു ഈ സിനിമ ഗുമസ്തൻ എന്ന് പറഞ്ഞ സിനിമ. 29-ാമത്തെ സിനിമ ഒക്ടോബർ മാസം 24-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത പണി എന്ന് പറഞ്ഞ സിനിമയാണ്. ജോജു ജോർജ് എഴുതി ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഒരു കിടിലൻ ക്ലൈമാക്സോട് കൂടിയ ഒരു കിടിലൻ മൂവിയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. ജോജു ജോർജ്,
സാഗർ സൂര്യ, ജുനൈസ്, അഭിനയ, സീമ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാച്ച സിനിമയാണ്. ഇപ്പോൾ ഈ സിനിമ തമിഴിലും തെലുങ്കിലും ഒക്കെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ OTT റിലീസ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ് പലരും. ഇപ്പോൾ സോണി ലീവിലാണ് ഈ സിനിമ. OTT റിലീസ് ചെയ്ത് ജനുവരി തന്നെ ഈ സിനിമ പ്രതീക്ഷിക്കുന്നുണ്ട്. OTT റിലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അടുത്ത സിനിമ മുറ. നവംബർ മാസം 8-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. പണി പോലെ തന്നെ ഒരു കിടിലൻ ഗാങ്സ്റ്റർ മൂവിയുടെയായിരുന്നു, ആക്ഷൻ ത്രില്ലർ മൂവിയുടെയായിരുന്നു മുറ എന്ന് പറഞ്ഞ സിനിമ. സുരേഷ് ബാബു എഴുതി മുഹമ്മദ് മുസ്തഫ കപ്പേളയ്ക്ക് ശേഷം സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഹൃദു ആറോട്, സുരാജ് വെഞ്ഞാറമൂട്, മാല പാർവതി, കനി കുസൃതി എന്നിവരൊക്കെയായിരുന്നു ഈ സിനിമയിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തിട്ടുള്ളത്. നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കൂടിയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. ഓക്കെ, അപ്പം 31ാമത്തെ സിനിമ എന്നുള്ളത് ആനന്ദ് ശ്രീബാല. നവംബർ മാസം 15-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. അഭിലാഷ് പിള്ള എഴുതി വിഷ്ണു വിനയ് സംവിധാനം ചെയ്ത സിനിമ കൂടിയായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ്. അർജുൻ അശോകൻ, അപർണ ദാസ്, സംഗീത മാധവൻ, സൈജു കുറുപ്പ്, അജു വർഗീസ്, സിദ്ദിഖ് എന്നിവർക്ക് പ്രധാന വേഷം കൈകാര്യം ചെയ്ത് തിയേറ്ററിൽ അത്യാവശ്യം കണ്ടിരിക്കാവുന്ന ഒരു ഡീസന്റ് ത്രില്ലർ മൂവി കൂടിയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്. അടുത്തത് 32ാമത്തെ സിനിമ എന്നുള്ളത് ഹലോ മമ്മി. നവംബർ മാസം 21-ാം തീയതി തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് ഈ സിനിമ എന്നുള്ളത്. സാൻജോ ജോസഫിന്റെ രചനയിൽ വൈശാഖ് ഏലൻ സംവിധാനം ചെയ്ത സിനിമ കൂടിയായിരുന്നു ഈ സിനിമ. ഷറഫുദ്ദീൻ, ഐശ്വര്യലക്ഷ്മി, ജഗദീഷ്, അജു വർഗീസ്, ജോണി ആന്റണി, ബിന്ദു പണിക്കർ എന്നിവരൊക്കെയാണ് തിയേറ്ററിൽ പ്രധാന വേഷം കൈകാര്യം ചെയ്തത്. തിയേറ്ററിൽ ഉറക്കെ പൊട്ടിച്ചിരിച്ച് കണ്ട ഒരു സിനിമ കൂടിയായിരുന്നു ഹലോ മമ്മി എന്ന് പറഞ്ഞ സിനിമ. കോമഡിയൊക്കെ അത്യാവശ്യം എനിക്ക് നല്ലപോലെ വർക്കായിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയുടെ ക്ലൈമാക്സ് ആയിരുന്നു കുറച്ചുകൂടി നന്നാക്കേണ്ടിയിരുന്നത്. ബാക്കിയൊക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ഈ സിനിമ എന്നുള്ളത്. അടുത്തത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല കൂട്ടച്ചിരിയായിരുന്നു തിയേറ്ററിൽ എന്നുള്ളത്. അടുത്തത് 33ാമത്തെ സിനിമ സൂക്ഷ്മ ദർശിനി എന്ന് പറഞ്ഞ സിനിമയാണ്. നവംബർ മാസം 22 തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ലിബിൻ TB, അതുൽ രാമചന്ദ്രൻ എന്നിവർ ചേർന്ന് തിരക്കഥ എഴുതി MC ജിതിൻ സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. നസ്രിയ നസീം, ബെയ്സി ജോസഫ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത കോമഡി മിസ്റ്ററി ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ. ഒരു കിഡ്ഡുപടമായിരുന്നു ഈ സിനിമ എന്നുള്ളത്. ഒരു മിസ്റ്ററി തന്നെയായിരുന്നു ഈ സിനിമ. നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയായിരുന്നു. ക്ലൈമാക്സിസ് ഒക്കെ അടിപൊളി പൊളിയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ സൂക്ഷ്മദർശിനിയും Q5 ഒക്കെ ലീക്ക് ആയിട്ട് ഇപ്പോൾ മാർക്കോ ഇതൊക്കെ ലീക്കായി വരുന്നുണ്ട്. അങ്ങനെയുള്ള പ്രിന്റുകളൊന്നും കാണാതിരിക്കുക. ഒന്നുകിൽ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക, അല്ലെങ്കിൽ OTT റിലീസ് ചെയ്തതിന് ശേഷം കാണുക എന്നുള്ളതാണ്. അടുത്തത് 34ാമത്തെ സിനിമ റൈഫിൾ ക്ലബ്ബ് പറഞ്ഞ സിനിമയാണ്. ഡിസംബർ മാസം 19 റിലീസ് ചെയ്ത തിയേറ്റർ റിലീസ് ചെയ്ത സിനിമയാണ്. ശ്യാം പുഷ്കരൻ, നിരീഷ് കരുണാകരൻ, സുഹാസ് എന്നിവരൊക്കെ ചേർന്ന് എഴുതി ആഷിഖ് അബു സംവിധാനം ചെയ്ത സിനിമയായിരുന്നു. ഒരു ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിലുള്ള സിനിമയായിരുന്നു റൈഫിൾ ക്ലബ്ബ് എന്ന് പറഞ്ഞ സിനിമ. ദിലീഷ് പോത്തൻ, വിജയരാഘവൻ, അനുരാഗ് കശ്യപ്, വാണി ഷാദ്, ഹനുമാൻ കൈൻഡ്, സുരഭി ലക്ഷ്മി, ദർശന രാജേന്ദ്രൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമ എന്നുള്ളത്. സ്ക്രിപ്റ്റ് ഒന്നുകൂടെ നന്നാക്കാമായിരുന്നു എന്നുള്ളൊരു എന്താ പറയുക ഒരു സജഷൻ ആയിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. എൻ്റെ ഒരു ഒപ്പീനിയനാണ്. ഒരു ക്ലൈമാക്സ് ഷോക്കാക്കി കളഞ്ഞു. പക്ഷേ അതുവരെ ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു സിനിമ തിയേറ്ററിൽ സമ്മാനിച്ചിരുന്നത്. 35ാമത്തെ സിനിമ, അവസാനത്തെ സിനിമ മാർക്കോ. ഡിസംബർ മാസം 20 തിയേറ്റർ റിലീസ് ചെയ്ത് അനീഫ് അദേനി എഴുതി സംവിധാനം ചെയ്ത സിനിമ. ഒരു ആക്ഷൻ ത്രില്ലർ മൂവി, ഇന്ത്യൻ മോസ്റ്റ് വയലന്റ് മൂവി. ഉണ്ണിമൂന്നൻ, സിദ്ദിഖ്, ജഗദീഷ്, അഭിമന്യു തിലകൻ, കബീർ, ദുഹൻ സിംഗ്, ഹാൻസൺ പോൾ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമയാണ്. ഇതുപോലൊരു പടം ജന്മത്തിൽ ഞാൻ ഇന്ത്യൻ സിനിമയിൽ കണ്ടിട്ടില്ല. അതുപോലെ ഒരു കിടിലൻ ഐറ്റം. സ്ക്രിപ്റ്റ് വർക്ക് വീക്കായിരുന്നു, അതൊക്കെ ആയിരുന്നു. പക്ഷെ ബാക്കി എല്ലാ വശങ്ങളും കിടിലനായി അവതരിപ്പിച്ചിട്ടുണ്ട്. പെർഫോമൻസ് ആയിക്കോട്ടെ, ആക്ഷൻ ആയിക്കോട്ടെ, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാം ആർട്ട് വർക്ക് ആയിക്കോട്ടെ, മൊത്തം വയലൻസ് സീക്വൻസുകളോ കാര്യങ്ങളൊക്കെ ഒന്നും പറയാനില്ലാത്തൊരു സിനിമയായിരുന്നു ഈ സിനിമ എന്നുള്ളത്. ഒരു മികച്ച ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. 18+ മൂവിയാണ്. വയലൻസ് ഒരുപാടുള്ള സിനിമയാണ്. ഒരു കിടിലൻ തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു മാർക്കോ എന്നുള്ളത്. അപ്പോൾ ഒരു കിടിലൻ എക്സ്പീരിയൻസോട് കൂടി ഈ ഒരു വർഷം അവസാനിപ്പിച്ചു കൊണ്ടാണ് മലയാള ഇൻഡസ്ട്രി കടന്നു പോകുന്നത്. അപ്പോൾ ഇനി എന്താവും എന്നുള്ളത് അടുത്ത വർഷം 2025. 2024 ഈ 35 സിനിമകളാണ് ഞാൻ തിയേറ്ററിൽ കണ്ടതിൽ എനിക്ക് മികച്ച എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു തോന്നിയ സിനിമകളായിട്ടുള്ളത് 35ഓളം സിനിമകൾ മാത്രമേ ഉള്ളൂ. വേറെ സിനിമകൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റിവ്യൂസ് ഞാൻ എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് തിയേറ്ററിൽ കണ്ട സിനിമകളിൽ എനിക്ക് തിയേറ്ററിൽ മികച്ച എക്സ്പീരിയൻസ് തന്ന സിനിമകളായിട്ടുള്ളത്. അപ്പോൾ ഇനി 2025 ഏതൊക്കെ സിനിമകളാണ് നമുക്ക് പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെ എന്നുള്ള വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ എന്താ പറയുക, മോഹൻലാലിൻ്റെ, പിന്നെ നമ്മുടെ മമ്മൂട്ടിയുടെ, ഇവരുടെയൊക്കെ സിനിമകൾ ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ, ഇനി കാത്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെ എന്നുള്ള കാര്യങ്ങളൊക്കെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.